സെറ്റ്സ്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സെറ്റ്, പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇൻ്റർവെൽസ്. ആദ്യം തന്നെ നമുക്ക് സബ്സെറ്റ് എന്താണെന്ന് നോക്കാം. കൺസിഡർ ദ സെറ്റ് A equal to 2, 3, 4, B equal to 1, 2, 3, 4, 5. We observe that every element of A is also an element of B. നമ്മൾ കണ്ടു A equal to 2, 3, 4. എയിൽ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്, 2ഉം 3ഉം 4ഉം. ബിയിൽ നോക്കിയേ 1, 2, 3, 4, 5. ഈ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും തന്നെ ബിയിലും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? A is the subset of B എന്ന് പറയാൻ പറ്റും. We observe that every element of A is also an element of B. Then we call set A as the subset of B. അതുകൊണ്ട് നമുക്ക് എനെ എന്ത് വിളിക്കാം? ബിയുടെ സബ്സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. The symbol, ഈ സിമ്പിളാണ് നമ്മൾ സബ്സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്ന് എഴുതുന്നതിന് പകരം യൂസ് ചെയ്യുന്നത്. അതായത് സബ്സെറ്റിൻ്റെ സിമ്പിളാണ് ഇത്, സി പോലത്തെ ഈ സിമ്പിൾ. A is a subset of B is expressed as A subset B. A ബിയുടെ സബ്സെറ്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? A subset B എന്ന് ഈ സിമ്പിൾ വഴി, സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇനി വേറൊരു സെറ്റ് എടുക്കാം, A 2, 7. ഇവിടെ നോക്കിയേ, ബി എന്ന് പറയുന്ന സെറ്റിൽ 2 ഉണ്ട്, പക്ഷേ 7 ഉണ്ടോ? ഇല്ല. അപ്പോൾ ബിയുടെ എലമെൻ്റ് അല്ല 7, പക്ഷേ എയുടെ എലമെൻ്റ് ആണ് 7. അപ്പോൾ 2, 7 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അല്ലെങ്കിൽ 2 ബിയിലുണ്ട്, 7 ബിയിൽ ഇല്ല. ഒരു എലമെൻറ്റ് ബിയിലില്ല അല്ലേ? അപ്പോൾ നമുക്ക് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എ ഇസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി, അല്ലെങ്കിൽ എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സെറ്റ് എ is said to be subset of B if every element of A is also an element of B. എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ ബിയുടെ സബ്സെറ്റായി മാറുകയുള്ളൂ. അതിന് നമുക്ക് സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ പറയാം? എ സബ്സെറ്റ് ബി ഇഫ് എക്സ് എലമെൻറ്റ് എ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ബി ഫോർ ഓൾ എക്സ് എലമെൻറ്റ് എ. അതായത് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ സിമ്പിൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കുറേ വാല്യൂസ് എടുക്കുന്നതിന് പകരം നമ്മൾ കോമൺ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ കൊടുക്കും. അപ്പോൾ എക്സ് എലമെൻറ്റ് എ ആയിരിക്കണമെങ്കിൽ, അതായത് എയിലുള്ള ഒരു എലമെൻ്റാണ് എക്സ്, എക്സ് എയുടെ എലമെൻ്റ് ആയിരിക്കണമെങ്കിൽ ആരുടെ എലമെൻ്റ് ആയിരിക്കണം? എക്സ് എലമെൻറ്റ് ബിയും ആയിരിക്കണം. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി കാണിക്കാനാണ് നമ്മൾ ഈ ഇംപ്ലൈസ് സൈൻ യൂസ് ചെയ്യുന്നത്. എക്സ് എലമെൻറ്റ് എ ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ബി. എക്സ് എയുടെ എലമെൻറ്റ് ആകുമെങ്കിൽ എക്സ് ബിയുടെ എലമെൻറ്റ് ആയിരിക്കണം. ഫോർ ഓൾ എക്സ് എലമെൻറ്റ് എ, അതായത് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുന്നുവോ, എക്സ് എയിലുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് ആരിലും കാണണം? എക്സ് ബിയിലും കാണണം. എങ്കിൽ മാത്രമേ എനെ നമുക്ക് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് അവിടെ സിമ്പിൾ ഉപയോഗിച്ചും പറഞ്ഞിരിക്കുന്നത്. ഡെഫിനേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സെറ്റ് എ ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി. സെറ്റ് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ, എയിലുള്ള എല്ലാ എലമെൻറ്റും ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് ബി, ബിയിലെ എലമെൻറ്റും ആയിരിക്കണം. നമുക്കറിയാം 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്, അതായത് 5 സബ്സെറ്റ് ഓഫ് എ ആണ്. 5 എന്ന് പറയുന്നത് എം ടി സെറ്റാണെന്ന് നമുക്കറിയാം. എല്ലാ എം ടി സെറ്റുകളും എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ് എടുത്താലും എം ടി സെറ്റ് അതിലെ ഒരു സബ്സെറ്റായിട്ട് കാണും. എവറി സെറ്റ് ഈസ് സബ്സെറ്റ് ഇറ്റ് സെൽഫ്. ഒരു നമ്മൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ആ സ്വന്തം ഐഡൻറ്റിറ്റിയോട് തന്നെ, അല്ലെങ്കിൽ ആ സ്വന്തം സെറ്റിനോട് തന്നെ സബ്സെറ്റ് ആയിരിക്കും. എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണെങ്കിൽ എ സബ്സെറ്റ് എ തന്നെയായിരിക്കും. എ എന്ന് പറയുന്ന സെറ്റ് എയോട് തന്നെ സബ്സെറ്റ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 3. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിൽ 1, 3 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ്. എക്ക് ഇപ്പോൾ ആരൊക്കെ സബ്സെറ്റ് ആയിട്ട് വരും? സബ്സെറ്റ് ഓഫ് എ ഈക്വൽ ടു ആരൊക്കെ വരും? 5 വരും. നമുക്കറിയാം ഏത് സെറ്റ് എടുത്താലും 5 അവിടെ സബ്സെറ്റ് ആയിട്ട് വരും. ഈ 5 എന്ന് മാത്രം എഴുതിയാൽ മതി, പ്രത്യേകം കേളി ബ്രാക്കറ്റിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 5 എന്ന് പറയുന്നത് എം ടി സെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ 5 എന്ന് മാത്രം ഉപയോഗിച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാകും.
പിന്നെ ബാക്കിയുള്ള എല്ലാ സബ്സെറ്റുകളാണെന്ന് ഓർമ്മ വേണം, എലമെൻറ്റ്സ് അല്ല. 1 എന്ന് നമ്മളിവിടെ എടുത്തെഴുതിയിട്ടുണ്ട്, പ്രത്യേകം കേളി ബ്രാക്കറ്റിൽ 1നെ നമ്മൾ സെറ്റാക്കിയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇവിടെ സബ്സെറ്റാണ്, അല്ലാതെ എലമെൻറ്റ്സ് അല്ല നമ്മൾ എഴുതുന്നത്. എയുടെ എലമെൻറ്റ്സ് അല്ല, എയുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കേളി ബ്രാക്കറ്റിൽ സെറ്റ് ഓഫ് 1 എന്ന് അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ സെറ്റ് ഓഫ് 3 എന്ന് പറയുന്നതും എയുടെ ഒരു സബ്സെറ്റ് ആണ്. ഈ 5ഉം 1ഉം 3ഉം ഒക്കെ നമുക്കറിയാം. സെറ്റ് ഓഫ് 5ഉം സെറ്റ് ഓഫ് 1ഉം സെറ്റ് ഓഫ് 3ഉം ഒക്കെ ഒരു സിംഗിൾ സെറ്റാണ്. ഇവിടെ നോക്കിയേ, സെറ്റ് ഓഫ് 1, 3 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെറ്റ് എ തന്നെയാണ്. നമുക്കറിയാം എ ഇറ്റ്സെൽഫ് സബ്സെറ്റ് ആണ്, എയോട് തന്നെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് 1, 3ഉം എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ 1, 3 എന്ന 2 എലമെൻറ്റ്സ് മാത്രമുള്ള എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് എത്ര സബ്സെറ്റുകൾ നമുക്ക് കിട്ടി? 5 കിട്ടി, സെറ്റ് ഓഫ് 1 കിട്ടി, സെറ്റ് ഓഫ് 3 കിട്ടി, സെറ്റ് ഓഫ് 1, 3 കിട്ടി. 4 സബ്സെറ്റുകളാണ് എക്ക് മാത്രം. അതായത് 2 എലമെൻറ്റ്സ് ഉള്ള എ എന്ന് പറയുന്ന ഒരു സ്മോൾ സെറ്റിൽ നിന്ന് നമുക്ക് 4 സബ്സെറ്റുകൾ കിട്ടി. ഈ സെറ്റ് 1, 3 നമുക്കറിയാം, സെറ്റ് 1, 3 എന്ന് പറയുന്നത് സെറ്റ് എ തന്നെയാണല്ലേ. അതിനെ നമ്മൾ സൂപ്പർ സെറ്റ് എന്ന് വിളിക്കും. ഈ 1, 3നെ അപേക്ഷിച്ച് ബാക്കി എല്ലാ സെറ്റുകളെയും, അതായത് 1, 3നെ മാത്രം കൂട്ടാതെ ബാക്കി എല്ലാ സെറ്റുകളെയും ആരൊക്കെയാണ്? 5, സെറ്റ് ഓഫ് 1, സെറ്റ് ഓഫ് 3, ഇതിനെ നമ്മൾ പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കും. 1, 3നെ കൂട്ടാതെയുള്ള ബാക്കി 3 സെറ്റുകളെ നമ്മൾ പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കും. ഏത് സെറ്റ് എടുത്താലും ഇത് നമുക്ക് ഈ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെറ്റ് ഇറ്റ്സെൽഫ് തന്നെയായിരിക്കും സൂപ്പർ സെറ്റ്. ആ സെറ്റ് ഇറ്റ്സെൽഫിനെ കൂട്ടാതെ ബാക്കിയുള്ള എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ എന്ത് വിളിക്കും? പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കും. ഫൈനൈറ്റ് സെറ്റ് ഹാസ് n എലമെൻറ്റ്സ്. ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾക്ക് സെറ്റിലെ എലമെൻറ്റ്സ് എണ്ണിയെടുക്കാൻ പറ്റണം. അങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഉള്ള സെറ്റുകളുടെ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. അതായത് 2n എന്ന് പറയുന്നത് എത്ര സബ്സെറ്റ് ഉണ്ടോ എന്ന് നമുക്ക് സെറ്റിലെ എലമെൻറ്റ്സ് കാണുമ്പോൾ തന്നെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഇക്വേഷനാണ് 2n. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്നിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കും? 2 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ 2 എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ 2 എലമെൻറ്റ്സ് ഉള്ള സെറ്റിൽ എത്ര സബ്സെറ്റ് കാണും? 4 സബ്സെറ്റ് കാണും. നമുക്കറിയാം ഇവിടെ a = 1, 3 2 എലമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2 ചെയ്തപ്പോൾ 4 കിട്ടി. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര സബ്സെറ്റ് കിട്ടി? 4 സബ്സെറ്റ് കിട്ടി. 5 വന്നു, സെറ്റ് ഓഫ് 1 വന്നു, സെറ്റ് ഓഫ് 3 വന്നു, സെറ്റ് ഓഫ് 1, 3 വന്നു. അപ്പോൾ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഫൈനൈറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റിലെ എലമെൻറ്റ്സിനെയാണ് n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് തന്നാൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സേ ഉള്ളുവെങ്കിൽ എത്ര സബ്സെറ്റ് വരും? അത് സബ്സെറ്റ് ഏതൊക്കെയാണെന്നല്ല, ടോട്ടൽ എത്ര സബ്സെറ്റ് അതിന് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സൂപ്പർ സെറ്റിന് കൂട്ടാതെയുള്ള ബാക്കിയെല്ലാ സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സെറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ പ്രോപ്പർ സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n - 1. അതായത് എത്രയാണോ n, ഈ n എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലേ, ഈ സെറ്റ് ഇറ്റ്സെൽഫ് 1, 3നെ കൂടെ കൂട്ടിയാണ്, സൂപ്പർ സെറ്റിനെ കൂടെ കൂട്ടിയാണ് ടോട്ടൽ n നമ്പേഴ്സ് സബ്സെറ്റായിട്ട് വരുന്നത്. പക്ഷേ പ്രോപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് അവിടെ കുറവാണ്. സൂപ്പർ സെറ്റിനെ കൂട്ടാതെ മാത്രമാണ് ബാക്കിയെല്ലാ സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര പ്രോപ്പർ സെറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n - 1. നമുക്ക് ഇതിൽ തന്നെ എത്ര പ്രോപ്പർ സെറ്റ് ഉണ്ട് നമുക്കറിയാം. 3 പ്രോപ്പർ സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 1, 3നെ കൂട്ടത്തില്ല, കാരണം 1, 3 എന്താണ്? സൂപ്പർ സെറ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ 3 ഉണ്ടായിരുന്നുള്ളൂ. ഈ സെയിം എക്സാമ്പിളിൻ്റെ കാര്യം നമുക്ക് ഇക്വേഷനിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടു n-ന് 2 ഇട്ട് കൊടുത്തപ്പോൾ 4 എന്ന് നമുക്ക് കിട്ടി. ഇത് 2n - 1. n നമുക്ക് 4 ആണെന്ന് അറിയാം, n നമുക്ക് 2 ആണെന്നറിയാം. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 2 - 1 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? = 4 - 1 3 എന്ന് കിട്ടി. എന്നിന് നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ ഇട്ടു. കാരണം എന്തായിരുന്നു? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എത്രയായിരുന്നു? 2. അതുകൊണ്ട് നമ്മൾ എന്നിന് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിന് 2 ഇട്ട് കൊടുത്തപ്പോൾ 2² 4 എന്ന് കിട്ടി. ആ 2ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് -1 കുറയ്ക്കണം.
അപ്പോൾ 2 4 കിട്ടി, -1 കുറച്ചപ്പോൾ 3 കിട്ടി. നമുക്കറിയാം ഇവിടെ 3 പ്രോപ്പർ സെറ്റുകൾ ആയിരുന്നു. അപ്പോൾ ആ ഇക്വേഷനും ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ പ്രോപ്പർ സെറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കാം? 2n - 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്പർ ഓഫ് സബ്സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? 2n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി പവർ സെറ്റ്. The collection of all subset of set A is called power set of A. It is denoted by P of A. In P of A, every element is a set. പവർ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സബ്സെറ്റ് കിട്ടിയല്ലേ, സബ്സെറ്റുകളെ എല്ലാം സെറ്റാക്കി എഴുതുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിൽ ഉൾക്കൊള്ളിച്ച് എല്ലാ സബ്സെറ്റിനെയും എലമെൻസ് ആക്കി എഴുതുന്നതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ A = 1 3 എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ പവർ സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം? നമുക്കറിയാം 1 3യിൽ ആരൊക്കെ ഉണ്ടായിരുന്നു സബ്സെറ്റായിട്ട്? 5 ഉണ്ടായിരുന്നു അല്ലേ, 5 ഉണ്ടായിരുന്നു, സെറ്റ് ഓഫ് 1 ഉണ്ടായിരുന്നു, സെറ്റ് ഓഫ് 3 വന്നു, സെറ്റ് ഓഫ് 1 3 സബ്സെറ്റായിട്ട് വന്നു. അപ്പോൾ പി ഓഫ് എ എന്തായിരിക്കും? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ, പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ കിട്ടിയിരിക്കുന്ന സബ്സെറ്റുകളെല്ലാം ഒരു വലിയ സബ്സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ല വലിയ സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? കിട്ടിയിരിക്കുന്ന സബ്സെറ്റുകളെല്ലാം ഒരു സെറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സെറ്റ് കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് അതിനെ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 5 ആ സെറ്റിലെ ഒരു എലമെൻ്റായി, സെറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് ആ സെറ്റിലെ ഒരു എലമെൻ്റായി, സെറ്റ് ഓഫ് 3 എന്ന് പറയുന്നത് ആ സെറ്റിലെ ഒരു എലമെൻ്റായി, സെറ്റ് ഓഫ് 1 3 എന്ന് പറയുന്നതും ആ സെറ്റിലെ ഒരു എലമെൻ്റ് ആയി. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പവർ സെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ സെറ്റ് ഓഫ് എ എന്താണെന്ന് മനസ്സിലായില്ലേ? ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. ഒരു എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളെ എല്ലാം ഒരു സെറ്റിനുള്ളിലാക്കി അല്ലെങ്കിൽ കളക്ഷനാക്കി അതിനെല്ലാം കൂട്ടി ഒരു സെറ്റ് ആയി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. അതിനെ നമ്മൾ പി ഓഫ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇൻ പി ഓഫ് എ എവറി എലമെൻറ്റ് ഈസ് എ സെറ്റ്. അതായത് ഈ പി ഓഫ് എയിൽ നമ്മൾ കണ്ടു എയുടെ സബ്സെറ്റുകളെയാണ്, അതായത് എയുടെ സബ്സെറ്റുകളെയെല്ലാം നമ്മൾ പ്രത്യേകം സെറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സബ്സെറ്റുകളെ പവർ സെറ്റാക്കി മാറ്റുമ്പോൾ ഇവരെല്ലാത്തിനെയും നമ്മളൊരു സെറ്റിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇവരെല്ലാവരെയും നമ്മളൊരു സെറ്റിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യും. സെറ്റിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പി ഓഫ് എ എന്ന് എടുത്തെഴുതുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ എലമെൻസുകളെല്ലാം ഇറ്റ്സെൽഫ് ഒരു സെറ്റ് തന്നെയാണ് അല്ലേ. നമുക്കറിയാം 1 ഒരു സെറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 3 ഒരു സെറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 1 3 ഒരു സെറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സെറ്റുകളെല്ലാം കൂടെ നമ്മൾ വേറൊരു സെറ്റിനുള്ളിൽ ആക്കും, അല്ലാതെ എല്ലാത്തിനും കൂടെ ഒരു സെറ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു കേളി ബ്രാക്കറ്റ്, ഒരു പെയർ ഓഫ് കേളി ബ്രാക്കറ്റ് എല്ലാ സബ്സെറ്റുകൾക്കും കൂടെ കൊടുക്കും. അപ്പോൾ ഈ പി ഓഫ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 5, സെറ്റ് ഓഫ് 1, സെറ്റ് ഓഫ് 3, സെറ്റ് ഓഫ് 1 3 എന്നതായിരിക്കും പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ്. അതായത് എലമെൻറ്റ്സുകളെല്ലാം സെറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഈ പവർ സെറ്റിൽ എന്തായിരിക്കും പ്രത്യേകത? ഇതിലുള്ള എലമെൻസിനും എന്ത് കാണും? കേളി ബ്രാക്കറ്റ് കാണും. കാരണം അവർ ഓൾറെഡി എന്താണ്? സബ്സെറ്റ് ആണ്. നമ്മൾ സബ്സെറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ 5 എന്താണ്? 5 എലമെൻറ്റ് ഓഫ് പി ഓഫ് എ ആണ്. 5 എന്ന് പറയുന്നത് സബ്സെറ്റ്, എല്ലാത്തിനും സബ്സെറ്റ് ആയിരിക്കും നമുക്കറിയാം. അതുപോലെ തന്നെ പവർ സെറ്റിൻ്റെ എലമെൻറ്റുമായിട്ടും അപ്പോൾ ആര് മാറും? 5 മാറും. എ എലമെൻറ്റ് പി ഓഫ് എ നമുക്കറിയാം സെറ്റ് ഇറ്റ് സെൽഫ് സബ്സെറ്റ് ആണ്.
അപ്പോൾ സെറ്റുകളെയെല്ലാം സബ്സെറ്റുകളെല്ലാം കളക്ട് ചെയ്ത് ഒരു സെറ്റിനുള്ളിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ എ ആരുടെ എലമെൻ്റ് ആയിട്ട് മാറും? പവർ സെറ്റിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് മാറും. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എൻ പി ഓഫ് എ, ഒരു പി ഓഫ് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാൻ നമ്മൾ അവിടെ ഉപയോഗിച്ചത് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കാണാനായിരുന്നു. ഈ സബ്സെറ്റുകളെല്ലാം കളക്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പവർ സെറ്റിൻ്റെ എണ്ണം കാണാനും നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? 2 പവർ സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണം എത്രയുണ്ടെന്ന് അറിയാനും നമുക്ക് 2n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി യൂണിവേഴ്സൽ സെറ്റ്. The superset is called universal set. It is denoted by U. സൂപ്പർ സെറ്റിനെയാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നത്? സെറ്റ് ഇറ്റ് സെൽഫ്. ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റിൻ്റെ ആ സെറ്റ് തന്നെ സബ്സെറ്റായിട്ട് വരുമ്പോഴാണ് നമ്മളതിനെ സൂപ്പർ സെറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ദ സൂപ്പർ സെറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു. സൂപ്പർ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ യു എന്നും പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. ഫൈ സബ്സെറ്റ് ഓഫ് യു. ഫൈ എന്ന് പറയുന്നത് എം ഡി സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. ഫോർ ഇൻ്റർവെൽസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ദ യൂണിവേഴ്സൽ സെറ്റ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നമ്പർ സിസ്റ്റവും വരും അല്ലേ? നാച്ചുറൽ നമ്പർ സിസ്റ്റം, ഹോൾ നമ്പർ സിസ്റ്റം, ഇൻറ്റിജേഴ്സ്, ഇറാഷണൽ, റാഷണൽ, എല്ലാ നമ്പർ സിസ്റ്റവും റിയൽ നമ്പേഴ്സിൽ വരും. അപ്പോൾ റിയൽ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാം. ഇതൊരു സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ആ സെറ്റിനെ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് ആരൊക്കെ വരും? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരും, സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് വരും, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് വരും, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് വരും, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരും, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് വരും. അതായത് ഈ നമ്പർ സിസ്റ്റം എല്ലാം കൂടെ ചേർന്നതാണ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ സബ്സെറ്റായിട്ട് ഈ നമ്പർ സിസ്റ്റം എല്ലാം വരും. നാച്ചുറൽ നമ്പർ സിസ്റ്റവും ഹോൾ നമ്പർ സിസ്റ്റവും ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ സിസ്റ്റവും ഇറാഷണൽ നമ്പർ സിസ്റ്റവും എല്ലാം ആരുടെ സബ്സെറ്റായിട്ട് വരും? റിയൽ നമ്പറിൻ്റെ സബ്സെറ്റായിട്ട് വരും. പിന്നെ റിയൽ നമ്പർ ഇറ്റ്സെൽഫ് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. നമുക്കറിയാം, ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ആ സ്വന്തം ഐഡൻറ്റിറ്റിയോട് തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ സബ്സെറ്റ് ആരും വരും? റിയൽ നമ്പർ സിസ്റ്റവും വരും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ എന്നാണ്. ഒരു റിയൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഇൻ്റർവെൽ സിസ്റ്റമാണ് അതിൽ വരുന്നത്. ഓപ്പൺ ഇൻ്റർവെല്ലും ക്ലോസ്ഡ് ഇൻ്റർവെല്ലും. ഇവിടെ നോക്കിയേ, ലെറ്റ് എയും ബിയും ബി 2 റിയൽ നമ്പർ. എനെയും ബിനെയും ഒരു റിയൽ നമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ എലമെൻ്റായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓപ്പൺ ബ്രാക്കറ്റ് എ ബി. ഇവിടെ നോക്കിയേ, എയ്ക്കും ബിക്കും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം? എക്സ് സച്ച് ദാറ്റ് എ ഈക്വൽ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പൺ ബ്രാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെറ്റാക്കി നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ ആ സെറ്റിൽ ഉണ്ടാകത്തില്ല. എയ്ക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരികയുള്ളൂ. ഇവിടെ നോക്കിയാൽ അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആരൊക്കെ വരും? എയും ബിയും വരത്തില്ല. എയും ബിയും എക്സിന് വാല്യൂസ് ആയിട്ട് വരത്തില്ല. ഈ എയ്ക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റിനെ ഇൻ്റർവെൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എഴുതാം. ഓപ്പൺ ഇൻ്റർവെല്ലാക്കി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിയേ, ഈ ഒരു നമ്പർ ലൈൻ കണ്ടോ? ഈ നമ്പർ ലൈനിൽ ഈ ഡാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസിലെ വാല്യൂ മാത്രമേ എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് വരത്തുള്ളൂ. എയും ബിയും ഈ സെറ്റിൽ കാണത്തില്ല. അതായത് ഈ സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയാൽ എയും ബിയും അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് വരത്തില്ല. എപ്പോഴാണ് എയും ബിയും എലമെൻ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം. ഇവിടെ ഇൻഇക്വാലിറ്റിയുടെ സ്ഥാനത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എയും ബിയും വരുമെന്ന് നമുക്കറിയാം അല്ലേ? സെറ്റിൻ്റെ ഉള്ളിൽ എയും ബിയും എന്ന് പറയുന്ന വാല്യൂ വരുന്നത് എ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരുമ്പോൾ മാത്രമേ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ റോസ്റ്റർ ഫോമിൽ വരത്തുള്ളൂ. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താകും? എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വരും. ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ നമുക്കറിയാം ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയാൽ ഈ സെറ്റിൻ്റെ എലമെൻസ് ആയിട്ട് ആരും വരും? എയും ബിയും വരും. കാരണം എന്താണ്? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഇക്വാലിറ്റീനെ ബ്രാക്കറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ ബി എന്ന് അതിനെ വിളിക്കാൻ പറ്റും. നമ്പർ ലൈൻ വരച്ചാലും നോക്കിയേ, എല്ലാ പോർഷനും ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എയും ഈ സെറ്റിൻ്റെ ഒരു എലമെൻ്റ് ആണ്, ബിയും ഈ സെറ്റിൻ്റെ ഒരു എലമെൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ഏതൊക്കെ വാല്യൂസ് വരുമോ അതും ആ സെറ്റിലെ ഒരു എലമെൻ്റ് ആയിട്ട് മാറും. ഇനി അടുത്ത ഒരു ബ്രാക്കറ്റ് സിസ്റ്റം വരുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇവിടെ എക്ക് കൊടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ആണ്, ബിക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ സെറ്റിൽ വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ നോക്കിയേ, എക്ക് ക്ലോസ്ഡും കൊടുത്തു, ബിക്ക് ഓപ്പണും കൊടുത്തു. അപ്പോൾ എക്ക് ക്ലോസ്ഡ് കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ ഈ സെറ്റിൽ വരുമെന്ന് നമുക്ക് മനസ്സിലായി. ബി ഈ എലമെൻറ്റിൽ സെറ്റിൽ വരുമോ? ഇല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. എ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരും, ബി എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരികയില്ല. ഇതിന് നമ്മൾ നമ്പർ ലൈൻ വരച്ച് രേഖപ്പെടുത്തുകയാണെങ്കിലും നോക്കിയേ, എ ഡാർക്ക് ചെയ്ത് കൊടുത്തു, ബി നമ്മൾ ഡാർക്ക് ചെയ്യാണ്ട് കൊടുത്തു. കാരണം എന്താ? എ തൊട്ട് ബിക്ക് തൊട്ട് മുന്നേയുള്ള എലമെൻറ്റ്സ് മാത്രമേ ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആയിട്ട് വരികയുള്ളൂ. ഇനി അടുത്തത് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ആദ്യം എന്ത് ബ്രാക്കറ്റ് ആണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഈ ബ്രാക്കറ്റിനെ പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ. അതായത് ഇവിടെ ആദ്യം ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിനെ എന്ത് വിളിക്കാം? ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ ബി എന്നതിനെ വിളിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, എക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, ബിക്ക് കൊടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ്. എയുടെ വാല്യൂ സെറ്റിൽ വരുന്നില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ബി ആയിട്ടും വരും. അതായത് എക്സിന് ബി എന്ന് പറയുന്ന വാല്യൂവും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്പർ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഇല്ല. എ കഴിഞ്ഞിട്ടുള്ള ബാക്കി ബി വരെയുള്ള വാല്യൂസ് മാത്രമേ ഈ സെറ്റിൽ എലമെൻ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ എനെ ഡാർക്ക് ചെയ്യാണ്ട് റെപ്രസെൻറ്റ് ചെയ്തു, ബാക്കി എല്ലാത്തിനെയും ഡാർക്ക് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തു. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ എക്കും ബിക്കും വാല്യൂസ് ഇട്ട് നോക്കാം. ഓപ്പൺ ഇൻ്റർവെൽ ഓഫ് -2 1. അപ്പോൾ ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? -2ഉം 1ഉം ഈ സെറ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് വരികയില്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് -2 ലെസ് എക്സ് ലെസ് ദാൻ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. നമ്പർ ലൈനിൽ ആരൊക്കെയാണ് എലമെൻറ്റ്സ് ഉള്ളത്? -2 -1 0 1. അപ്പോൾ -2 ഈ സെറ്റിലുണ്ടോ? ഇല്ല. 1ഉം ഇല്ല. കാരണം എന്താണ്? രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവെൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആരായിരിക്കും? -2 വരികയില്ല. പിന്നെ മിച്ചമുള്ള -1ഉം 0ഉം മാത്രമേ ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആയിട്ട് വരികയുള്ളൂ. കാരണം സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതിയപ്പോൾ നമ്മൾ കണ്ടു -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെറ്റിൽ ആരില്ല? -2ഉം 1 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഇല്ല. പിന്നെ അതിന് നടുക്കുള്ള -1ഉം 0ഉം മാത്രമേ ഈ ഓപ്പൺ ഇൻ്റർവെൽ ഓഫ് -2 1ൽ വരികയുള്ളൂ. ഇനി ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് കൊടുക്കണമെങ്കിലോ? ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓഫ് -2 1. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓഫ് -2 1 അതിനെ
സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സച്ച് ദാറ്റ് -2 ലെസ് ദാൻ എന്ന് പകരം എഴുതുന്നതിന് പകരം ഒരു ഈക്വൽ ടു കൂടെ വന്നല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആരൊക്കെ വരും? -2ഉം വരും, -1ഉം വരും, -2നും -1നിടയിലുള്ള മറ്റ് എലമെൻസും വരും. നമുക്ക് നമ്പർ സിസ്റ്റം വരച്ച് നോക്കാം. നമ്പർ ലൈൻ വരച്ച് നോക്കാം. നമ്പർ ലൈൻ വരച്ചപ്പോൾ -2 -1 0 1 2 എല്ലാത്തിനും നമ്മൾ ഡാർക്ക് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക. നോക്കി, -2നും ഡാർക്ക് ചെയ്തിട്ടുണ്ട്, 1നും ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എലമെൻസിൽ ആരൊക്കെ വരും? ഈ സെറ്റിൽ ആരൊക്കെ എലമെൻസ് ആയിട്ട് വരും? -2 വരും, -1 വരും, 0 വരും, 1 വരും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ -2ഉം 1ഉം ഈ സെറ്റിൻ്റെ എലമെൻസ് ആയിട്ട് വരും. ഇനി അടുത്ത എക്സാമ്പിൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ ഓഫ് -2 1. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം -2 ആ സെറ്റിലെ ഒരു എലമെൻ്റ് ആയിട്ട് വരും. 1 എന്ന് പറയുന്നത് ആ സെറ്റിലെ എലമെൻറ്റ് അല്ല എന്ന ഓർമ്മ വേണം. ഇൻഇക്വാലിറ്റിയിലോട്ട് മാറ്റുമ്പോൾ -2 ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെന്ന് കാണിക്കാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു. ഓപ്പൺ ഇൻ്റർവെൽ 1 ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ലെസ് ദാനേ കൊടുത്തുള്ളൂ. അപ്പോൾ -2 എന്ന് പറയുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരും, 1 എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരികയില്ല. അപ്പോൾ നമുക്ക് ഈ സെറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് റെപ്രസെൻ്റ് ചെയ്യാം? -2 -1 0 വരും, 1 വരത്തില്ല. കാരണം എന്താണ്? 1 ഈ സെറ്റിൽ ഇല്ല, സെറ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് വരികയില്ല. കാരണം അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രമേ ആ എലമെൻറ്റ് -2നോട് ചേർന്നാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. -2 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിൽ വരികയുള്ളൂ. ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന എലമെൻറ്റ് മാത്രമേ ആ സെറ്റിൽ വരികയുള്ളൂ. ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന എലമെൻറ്റ് ഈ സെറ്റിൽ വരില്ല എന്ന ഓർമ്മ വേണം. ഇനി ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് -2 1. ഇപ്പോൾ നോക്കിയേ, ഈ സെറ്റിൽ ആരേ വരത്തുള്ളൂ, ആരുടെ വാല്യൂ വരത്തുള്ളൂ? 1 എന്ന് പറയുന്ന വാല്യൂ ഈ സെറ്റിൽ വരും, -2 വരത്തില്ല. അപ്പോൾ -2നും 1നും ഇടയിലുള്ള -2നെ കൂടാതെയുള്ള മറ്റ് വാല്യൂസ് മാത്രമേ ഈ സെറ്റിൽ വരികയുള്ളൂ. കണ്ടോ, നമ്പർ സിസ്റ്റത്തിൽ നോക്കിയേ, ഇതിലാരൊക്കെ വരും? -2 വരുമോ? ഇല്ല, കാരണം -2 ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് കൊടുത്തിരിക്കുന്നത്. -2നെ കൂട്ടാതെ -1 വരും, 0 വരും, 1 വരും. 1 വരാൻ കാരണം എന്താണ്? 1 ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് -2 ലെസ് ദാൻ. ഇവിടെ ലെസ് ദാൻ കൊടുത്തതിൻ്റെ കാരണം എന്താണ്? -2 എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 1 ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന ഓർമ്മ വേണം. ഓക്കെ, നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ആസ് ഇൻ്റർവെൽസ്. തന്നിരിക്കുന്ന സെറ്റുകളെ ഇൻ്റർവെൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. തന്നിരിക്കുന്നതിനെ ഇൻ്റർവെൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ ഇൻ്റർവെൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, -4 ലെസ് ദാൻ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ലെസ് ദാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ -4ൻ്റെ ബ്രാക്കറ്റ് എന്തായിരിക്കും? ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 6ഓ അതിൽ കുറഞ്ഞോ വരാം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6ന് നമുക്ക് ഏത് ബ്രാക്കറ്റ് കൊടുക്കാം? ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് -4 6 എന്ന് വരും. നോക്കിയേ, ഉത്തരം നോക്കിയേ, -4ൻ്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റും 6ൻ്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റുമാണ് അപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഉത്തരം എന്ത് വരും? ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് -4 6 എന്ന് വരും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10.
-2-നും ലെസ് ദാൻ ആണ്, -12-നും ലെസ് ദാൻ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എക്സ് ലെസ് ദാൻ -10 എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടിടത്തും ലെസ് ദാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടു പേർക്കും എന്ത് ബ്രാക്കറ്റ് ആയിരിക്കും? ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. അതായത് ഓപ്പൺ ബ്രാക്കറ്റ് ഓഫ് -12 -10 എന്ന് വരും. കണ്ടോ? ഓപ്പൺ ബ്രാക്കറ്റ് ഓഫ് -12 -10 എന്ന് അതിൻ്റെ ഉത്തരം വരും. ഇനി അടുത്ത സെറ്റ് ബിൽഡർ ഫോം നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 0യ്ക്ക് എന്ത് വരും? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും. എക്സ് ലെസ് ദാൻ ആണ് വന്നിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ ആ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പോൾ 7ന് നമുക്ക് എന്ത് ബ്രാക്കറ്റ് കൊടുക്കാം? ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഉത്തരം എന്ത് വരും? ക്ലോസ്ഡ് ഓപ്പൺ ബ്രാക്കറ്റ് ഓഫ് 0, 7 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് ഇവിടെ നോക്കിയേ, എക്സിൻ്റെ വാല്യൂ ആരൊക്കെ വരാം? 3യും വരും, 4ഉം വരും. അതിൻ്റെ ഇടയിലുള്ള മറ്റ് റിയൽ നമ്പർ സിസ്റ്റത്തിലെ എലമെൻസും വരും. അതായത് രണ്ട് പേർക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ ആണ്. കാരണം എന്താണ്? രണ്ടിടത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നിരിക്കുന്നത്. അതായത് 3യുടെ വാല്യൂവും ഈ സെറ്റിൽ വരും, 4ൻ്റെ വാല്യൂവും ഈ സെറ്റിൽ വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് 3, 4 എന്ന് പറഞ്ഞതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതണം. അതായത് ഇൻ്റർവൽ ഫോമിൽ തന്നിരിക്കുന്നതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതണം. എളുപ്പമാണല്ലേ? നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓപ്പൺ ഇൻ്റർവൽ ഓഫ് -3, 0. ഓപ്പൺ ഇൻ്റർവൽ ഓഫ് -3, 0. നമുക്കറിയാം -3യും 0യും ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ -3യും 0 എന്ന് പറയുന്ന വാല്യൂ ആ സെറ്റിലില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഇവിടെ ഈക്വൽ ടു ഇട്ട് കൊടുത്തില്ല. കാരണം എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ ആണല്ലേ. ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഒന്നും ആ സെറ്റിൽ കാണുകയില്ല. ഇവിടെ നോക്കിയേ, -3 എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരുമോ? ഇല്ല. കാരണം നമ്മൾ ഈക്വൽ ടു ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ -3 എക്സിൻ്റെ വാല്യൂ ആയിട്ട് വന്നേനെ. ഇവിടെയും ഈക്വൽ ടു ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ 0 എക്സിൻ്റെ വാല്യൂ ആയിട്ട് വന്നേനെ. പക്ഷേ ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഒന്നും സെറ്റിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് കാണുകയില്ല. അപ്പോൾ നമുക്കതിനെ ലെസ് ദാൻ എന്ന് പറഞ്ഞ് മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് വരും. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ എക്സാമ്പിൾ 6 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് 6, 12. അപ്പോൾ അതിനെ എങ്ങനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വന്നു. കാരണം എന്താണ്? 6ഉം 12ഉം ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 6ഉം 12 എന്ന് പറയുന്ന വാല്യൂസും ആ സെറ്റിലെ എലമെൻ്റായിട്ട് വരും. കാരണം എന്താണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? അല്ല, ഈക്വൽ ടു സൈൻ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്താണ്? എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വരും. ഇനി ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓഫ് 6, 12. ഇവിടെ നോക്കിയാൽ 6നെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റിലാണ്, 12നെ കൊടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ്. അപ്പോൾ ഇതിനെ ഒരു റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിയാൽ 6 ഇതിൽ വരത്തില്ല, 12 ഇതിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വരും. 6ൻ്റെ അവിടെ നമ്മൾ ലെസ് ദാൻ മാത്രമേ ഇട്ടുള്ളൂ, കാരണം 6 ഓപ്പൺ ബ്രാക്കറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ
ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. കാരണം 12 ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 6ൻ്റെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ 6 ഇവിടെ വരത്തില്ല, പക്ഷേ 12 വരും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ന ഇൻഇക്വാലിറ്റിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 4th എക്സാമ്പിൾ, മൈനസ് ക്ലോസ്ഡ് ഓപ്പൺ ബ്രാക്കറ്റ് ഓഫ് -23 5. കാണുമ്പോൾ തന്നെ നമുക്കറിയാം -23 കൊടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ്, 5 കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ബ്രാക്കറ്റിൽ ആണ്. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ടോ? ഇല്ല. 5ൻ്റെ മുന്നേ വരെയുള്ള വാല്യൂസ് മാത്രമേ ഈ ഇൻ്റർവെല്ലിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്കതിനെങ്ങനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം -23 ആ സെറ്റിൽ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു. 5 ഓപ്പൺ ഇൻ്റർവെല്ലാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ മാത്രമേ കൊടുത്തുള്ളൂ. 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു.